കാൽഗറി സൂയിലാണ്. സെക്കൻഡ് ലാർജസ്റ്റ് സൂ ആണ്. കാട്ടിക്കൂടെ നടക്കുന്നൊരു ഫീല്, മൊത്തം ഗ്രീനറി, കാട് ഫീൽ ചെയ്തോണ്ടിരിക്കുക. ഹായ് ഗൈസ്, ഹൗ യു ഡൂയിങ്? സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ദ ഫേമസ് വൈൽഡർ കാൽഗറി സൂവിലേക്കാണ്. സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. കാൽഗറി സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാനഡയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സൂ ആണ്. ഫസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? ഫസ്റ്റ് ടൊറന്റോ സൂ ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രീനറി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സൂ ആണ്. ഓരോ സെക്ഷൻ ആയിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രീ ഹിസ്റ്റോറിക് പാർക്ക്, വൈൽഡ് കാനഡ, ഡെസ്റ്റിനേഷൻ ആഫ്രിക്ക, ഡൊറോത്തി ഹാർവ് ഗാർഡൻസ്, റെയിൻ ഫോറസ്റ്റ്. അതെ, റെയിൻ ഫോറസ്റ്റ്. അങ്ങനെ ഈ സൂ ബിൽഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 1929 1929 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 years മുന്നെയാണ്. ഇത്രയും പഴക്കമുള്ള ഒരു സൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ പെണ്ണും റെഡിയായി ഹാപ്പി ആയിട്ട് അപ്പായുടെ കൂടി ഇരിപ്പുണ്ട്. ആൾക്കിങ്ങനെ കാഴ്ച കാണുന്നതും ആൾക്കാരെ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമ്മൾ പോകുന്ന വഴിയാട്ടോ, നല്ല രസമാണ്. നല്ല ലൈറ്റിംഗ് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. സൂയിലേക്ക് നമ്മളിങ്ങനെ കയറുമ്പോൾ കുറേ മൃഗങ്ങളുടെ ഇങ്ങനെ കുറേ പിക്ചേഴ്സ് ആർട്ട് വർക്ക് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഓരോ ടൈമും ലൊക്കേഷനും ഒക്കെ അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് നമുക്ക് പോകണ്ടേ, അടുത്തത് എവിടെ, ഏതൊക്കെ ആക്ടിവിറ്റീസാണ് അടുത്തതായിട്ടുള്ളത് എന്നൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് പെൻഗ്വിൻസാറിനെയായിരുന്നു. പലതരം പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു അവിടെ. പെണ്ണാണെങ്കിൽ ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു. അവർക്ക് താമസിക്കാനുള്ള ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നേ. ഇപ്പൊ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? അത് നമ്മുടെ പെൻഗ്വിൻസാർ ഉണ്ടാക്കിയ സൗണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പലതരം പെൻഗ്വിൻസ് ഉണ്ടായിരുന്നെന്ന്. ഇത് വേറൊരു ടൈപ്പ് പെൻഗ്വിൻ. തലയിൽ മഞ്ഞ മുടിയൊക്കെയുള്ള ഫ്രീക്കൻ പെൻഗ്വിൻ. ഇവന്റെ പേര് റോക്ക് ഹോപ്പർ എന്നാ. എന്നെ ഗമയല്ലേ. ഇവരുടെയൊക്കെ പേരിന് തന്നെ പവറാ. അങ്ങനെ കുറേ പേര് കരയിലും കുറേ പേര് വെള്ളത്തിലും ഒക്കെ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പോണു വേറൊരു ടീം. ഇനി നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പാർക്കിലേക്ക് പോവാം. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒത്തിരി കാണാനൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഓൾഡ് ആനിമൽ ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കൊള്ളാം കേട്ടോ. ഒരു അമ്മയും ഒരു കുഞ്ഞും അല്ലേ? അതെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ചേട്ടനെ കണ്ടു. പിന്നെയും കുറച്ച് നടന്ന് ഈ സ്നോയി ഓളിനെ കണ്ടു. സ്നോയി എന്നാണ് പേരെങ്കിലും ഡേയും നൈറ്റും അഡാപ്റ്റ് ചെയ്യാനുള്ള, മീൻസ് അവരുടെ സ്കിൻ ആണെങ്കിലും ഐസ് ആണെങ്കിൽ തന്നെയും ഡേയും നൈറ്റും ഒക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കാം. എന്തുകൊണ്ടാണ് ഇതിന് സ്നോയി എന്ന് പറയുന്നത് എനിക്കറിയില്ല. അതെ, അതായിരിക്കും ചിലപ്പോൾ. കാരണം അത്ര എക്സ്ട്രീം കണ്ടീഷനിൽ അവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഈവൻ സമ്മറിലാണെങ്കിൽ അവർക്ക് ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. അതായത് ഏത് സമ്മറാണെങ്കിലും ഇവർക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ പോലെയാണ് അവരുടെ അവസ്ഥ. നമുക്കിനി ഒരു പോളാർ ബിയറിനെ കണ്ടാലോ? ഞങ്ങൾ കുറെ തപ്പി, പക്ഷെ ആളെ കിട്ടിയില്ല. ആൾ ഒളിച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ ഈ പോളാർ ബിയറിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഞാൻ ഒത്തിരി പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ സൂയിലെ വിശേഷങ്ങൾ. There are 2 river otters. We have a mom and her son. They are carnivores, so they like to eat a lot of fish. He's about 4 months old, so he's very young and he's new. Yeah. And they like to live in the river. They can hold they can hold their breath for about 8 minutes long under the water. ധാരാ നോക്ക് ഗൈസ്, കരടിക്കുട്ടൻ. പുള്ളി ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആൾക്കാർ ഒച്ച ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടിട്ട് എണീറ്റൊന്ന് നോക്കി, എന്നിട്ട് വീണ്ടും കിടന്ന് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഈ ശല്യങ്ങൾ വന്നേക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വെൽക്കം ടു അവർ ബെയർബിഎൻബി. അതെ, ബെയർബിഎൻബി. കാട്ടിക്കൂടെ നടക്കുന്നു, പക്ഷെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കാട്ടിക്കൂടെ നടക്കുന്നൊരു ഫീല്. ഇത് ഫുള്ള് ഇങ്ങനെ വൈൽഡ് ലൈഫ് ഇതായതുകൊണ്ട് തന്നെ
ഒത്തിരി പക്ഷികൾ ഇതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറന്നു ആ നടക്കുന്നു. ശരി ശരി. ഇതിന്റെ പേര് റെഡ് റിവർ ഹോഗ് എന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊരു റെയിൻ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോയി. അവിടെ കുറേ പക്ഷികളുണ്ടായിരുന്നു. ആ പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ തന്നെ രസമായിരുന്നു. നമ്മളൊരു കാട്ടിലേക്ക് പോയ ഫീലായിരുന്നു, ചില മൂവീസിലൊക്കെ കാണുന്ന പോലെ. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ശരിക്കും അതൊരു കാട്ടിലേക്ക് പോയ ഫീലായിരുന്നു. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ ആണെങ്കിൽ തന്നെ മോയ്സ്ചർ ആണെങ്കിൽ തന്നെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാട്ടിലെ ഫീല് പോലെയായിരുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലോസ് യുവർ ഐസ്, വാട്ട് ഡു യു ഫീൽ ഓൺ യുവർ സ്കിൻ. ഞാനൊരു 2 മിനിറ്റ് കണ്ണടച്ച് നോക്കി കറക്റ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ. പോയി. ഇവിടെ എത്തുമ്പോ കണ്ണടച്ച ഫീൽ കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അത് താഴേക്ക് നേരത്തെ കണ്ണടച്ച് കിടക്കുക. അതെ, ഞങ്ങള് കാട് ഫീൽ ചെയ്തോണ്ട് കാർഡ് ഫീൽ ചെയ്തോണ്ടിരിക്കുക. ഓൾറെഡി വാണ്ടർലസ്റ്റ് ആണല്ലോ, അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ, ബാൻഡ് ഫ്ലോഗ്. എല്ലാത്തിനും കൂടെ ഇരിക്കണുണ്ടോ മരത്തെ. ഇനി നമുക്ക് സ്വല്പം മ്യൂസിക് ആവാം. അങ്ങനെ സൂവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ചൂട് കുഴിമന്തി കഴിക്കാൻ പോയി. ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായിട്ട് ക്രേവ് ചെയ്തിരുന്ന കുഴിമന്തി കഴിക്കണമെന്ന്. അങ്ങനെ അത് നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു മോളിലേക്കാണ് പോയത്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു, പിന്നെ ഇച്ചായനൊരു ക്രോക്സ് വാങ്ങിക്കണം, പിന്നെ എനിക്ക് സെഫോറയിലൊക്കെ കയറി ഒന്ന് ഇറങ്ങണം. നമ്മുടെ പെണ്ണിന് പിന്നെ കാർ സീറ്റിലൊന്നും ഇരിക്കാൻ കഴിയില്ല, ഇടയ്ക്ക് എൻ്റെ കൂടെ നടക്കണം. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കങ്കുരു പൗച്ചിൽ കുറച്ച് നേരം വെച്ചു, പിന്നെ അത് കഴിഞ്ഞ് ആശ്വസിപ്പിക്കാൻ എടുത്തു. അങ്ങനെയൊക്കെയായിരുന്നു പുള്ളിക്കാത്തിയുടെ പരിപാടി. ക്രോക്സ് നോക്കിയിട്ട് ഞങ്ങൾക്ക് അത്ര നല്ലൊന്നും കിട്ടിയില്ല. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒന്നും കാണത്തില്ല. 10ൻ്റെ പൈസ ഇല്ലാത്തപ്പോഴോ കിടിലൻ സെലക്ഷനും. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അടുത്തൊരു കിടിലൻ വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.